അടുത്ത വരി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദർശകനെ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ അയാളുടെ ഫലങ്ങളിൽ നിന്നും മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്ന്. അതായത് അയാൾ നിങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നത് നോക്കി മാത്രം. മറിച്ച് ഒരു പ്രവാചകനെ അയാളുടെ വസ്ത്രധാരണം നോക്കിയാണ് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെപ്പോഴും തെറ്റ് സംഭവിക്കും. കാരണം മുൻപത്തെ പ്രവാചകന്റെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാം. ആ രൂപം മനസ്സിലുണ്ട്. നിങ്ങളുടെ പ്രവാചകന്റേതായതുകൊണ്ട് ഇഷ്ടവുമാണ്. ഇവിടെ വസ്ത്രധാരണം എന്നുദ്ദേശിക്കുന്നത് പെരുമാറ്റം, സംസാരശൈലി, ഭാഷ, ഇങ്ങനെ പുറമേ പ്രകടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ്. ഇതൊക്കെ അനുകരിക്കാനും പകർത്താനും വളരെ എളുപ്പമാണ്. അങ്ങനെ എളുപ്പത്തിൽ അനുകരിച്ച് നിഷ്കളങ്കരായ ആളുകളെ കബളിപ്പിക്കാൻ ആർക്കും കഴിയും. ഓർക്കുക, അടുത്തതായി വിരിയുന്ന പൂവ് കാണാനോ മണക്കാനോ മുൻപത്തെ പൂവിനെ പോലെ ആയിരിക്കില്ല. അവ ഒരേ വേരിൽ നിന്നോ ഒരേ മരത്തിൽ നിന്നോ എന്തിന് ഒരേ കൊമ്പിൽ നിന്നോ ആണ് വരുന്നതെങ്കിൽ പോലും അവ തമ്മിൽ ചില വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ പുറം രൂപത്തിന് അപ്പുറത്തേക്ക് നോക്കാറില്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാം വെറും ഉപരിപ്ലവമാണ്. നിങ്ങൾ ആ പുറം രൂപത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഒരാൾക്ക് അത്തരം വേഷങ്ങൾ കെട്ടി നിങ്ങളെ വഞ്ചിക്കാൻ എളുപ്പമാണ്. വസ്ത്രം എന്ന് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പേര്, സംസാരം, നടത്തം, പുറമേക്ക് പ്രദർശിപ്പിക്കുന്ന എല്ലാ പ്രദർശനങ്ങളും യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയാൻ യേശു നമുക്കൊരു സൂത്രം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, താരതമ്യത്തിലൂടെ ഒരാളെ അറിയാൻ ശ്രമിക്കരുത്. അയാളുടെ വസ്ത്രധാരണമോ രൂപമോ നിങ്ങൾ കണ്ടുശീലിച്ച രീതിയിലോ നിങ്ങൾക്ക് പരിചിതമായ വസ്ത്രങ്ങൾ പോലെയോ ആയിരിക്കില്ല. ഒരേയൊരു രീതിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയൂ. അയാളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. നിങ്ങൾക്ക് സമാധാനവും ആകർഷണവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു നിഗൂഢമായ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ആളോടൊപ്പമാണെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ അല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വികാരങ്ങളെയാണോ പിന്തുടരേണ്ടത്? വികാരങ്ങളുടെ അഭാവത്തെയാണ്. നിങ്ങളുടെ വികാരങ്ങളെല്ലാം അസ്വസ്ഥതയുടെ അടയാളങ്ങളാണ്. അവ അടങ്ങുകയും നിങ്ങൾ ശാന്തനാവുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണത്. ചിലപ്പോൾ ദമ്പതികൾക്കിടയിൽ നമ്മെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്.
ആ അസ്വസ്ഥതയെ ഒരു പാറ്റേണിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായി എടുക്കാം. അതൊരു ബോധോദയത്തിനുള്ള അവസരമാണ്. പക്ഷേ അതേസമയം നമ്മൾ അസ്വസ്ഥരുമാണ്. അപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളോടൊപ്പം കഴിയുന്നത് അത്ര നല്ല വഴിയല്ലല്ലോ. ഒരാളും നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. പുറത്തുള്ള ഒന്നിനും ഒരാൾക്കും ഒരാളെയും അസ്വസ്ഥനാക്കാൻ കഴിയില്ല. പുറത്തുള്ളത് തന്നെയാണ് അകത്തുള്ളതും. അതിനാൽ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് തോന്നുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ നേരത്തെ തന്നെയുള്ള മുറിവുകളെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ശൂന്യമായ ആകാശത്തെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയുമോ? എന്നാൽ എനിക്കൊരു ചുവരിനെ വേദനിപ്പിക്കാം. എനിക്കൊരു ചുവരിലിടിക്കാനും അതിനെ തകർക്കാനും കഴിയും. പക്ഷേ ശൂന്യമായ ആകാശത്തെ ആർക്കും വേദനിപ്പിക്കാൻ കഴിയില്ല. വേദനിക്കാൻ തയ്യാറായി നിൽക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ശൂന്യത പോലെ വ്യക്തവും ശുദ്ധവുമാണെങ്കിൽ നിങ്ങൾ വേദനിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മറ്റൊരാൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള അസ്വസ്ഥതയെ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ അസ്വസ്ഥതയ്ക്ക് അയാൾ ഒരിക്കലും കാരണക്കാരനാകുന്നില്ല. കാരണം ലളിതമാണ്. പുറത്തുള്ളത് തന്നെയാണ് അകത്തുള്ളതും. പുറത്തുള്ളത് അകത്തുള്ളതാണെങ്കിൽ ആന്തരികമായ അസ്വസ്ഥതയുടെ കാരണവും ആന്തരികം തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേദനിക്കുമ്പോൾ പുറത്തേക്ക് നോക്കരുത്. ആ വ്യക്തി എന്നെ വേദനിപ്പിച്ചു എന്നോ ആ സാഹചര്യം എന്നെ വേദനിപ്പിച്ചു എന്നോ പറയരുത്. ഉള്ളിലേക്ക് തിരിഞ്ഞു ചോദിക്കുക, വേദനിക്കത്തക്ക രീതിയിൽ അത്രമേൽ ദുർബലമായി നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന്. അഹന്തയ്ക്ക് മാത്രമേ വേദനിക്കൂ. സംരക്ഷണം ആവശ്യമുള്ളതിനു മാത്രമേ പ്രതിരോധം ആവശ്യമായി വരുന്നത്. എന്നാൽ നിങ്ങൾക്കതിനെ ഒരിക്കലും പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയില്ല. എത്രയൊക്കെ സംരക്ഷിച്ചാലും അതിന് വീണ്ടും വീണ്ടും വേദനിച്ചുകൊണ്ടേയിരിക്കും.